തലാഖിന്റെ ഒരു മര്യാദ പറഞ്ഞതിൽ നിന്നും വേറെ വലിയൊരു നിയമം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. തലാഖ് ചെയ്ത സ്ത്രീ തന്റെ ഭർത്താവുമായിട്ട് ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രക്ഷകർത്താക്കളെ നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനം കൊണ്ട് തടഞ്ഞു വെക്കരുതെന്ന് പറയുന്ന ആയത്തുണ്ട്. സൂറത്തുൽ ബഖറയിൽ 232 ആയത്ത്. വലാ തഅദുലൂഹുന്ന. ആദ്യത്തെ ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു, അവർക്ക് തന്നെ ഒന്നിച്ച് ചേരാൻ അവസരമുണ്ട്. ഇദ്ദയുടെ കാലാവധിക്കുള്ളിൽ മഹറൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് തന്നെ ചേരാം. ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞാൽ മഹർ കൊടുത്ത് നിക്കാഹിലൂടെ ചേരാം. അവർ തമ്മിൽ തന്നെ ഒരു തലാക്കും 2 തലാക്കും ചെല്ലിയാൽ 3-ലാണ് ആ ചാൻസ് നഷ്ടപ്പെട്ടു വന്നത്. അപ്പം അങ്ങനെ കൂടുമ്പോൾ ദുരഭിമാനം കൊണ്ട് ഞങ്ങളോട് അങ്ങനെ ചെയ്ത ആളല്ലേ, ഇങ്ങനെ പറഞ്ഞ ആളല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ തടസ്സം നിൽക്കരുത്. അവർ തമ്മിൽ പ്രശ്നമില്ലെങ്കിൽ മിയാ ബീവി റാസി തോ ക്യാ കരേ കാസി. ഭാര്യക്കും ഭർത്താവിനും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നാട്ടിലായിരിക്കാം പ്രശ്നം. ഭാര്യക്കും ഭർത്താവിനും പ്രശ്നമില്ലെങ്കിൽ പിന്നെ പെണ്ണിന്റെ ഉപ്പാക്ക് എന്താ പ്രശ്നം, ഭർത്താവിന്റെ ഉമ്മാക്ക് എന്താ പ്രശ്നം? ഇവർക്ക് രണ്ടാക്കും തമ്മിൽ ചേരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല. അപ്പൊ അദൽ എന്ന് പറയുന്ന ഒരു വലിയ നിയമമാണ് അവിടെ തുറന്നു വരുന്നത്. വലാ തഅദുലൂഹുന്ന. നിങ്ങൾ അവരെ വിവാഹത്തിൽ നിന്ന് തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഇനി ഒന്നാമത്തെ വിവാഹത്തിനാണെങ്കിൽ പോലും രക്ഷകർത്താവിന് തടസ്സം നിൽക്കുന്നതിന് പരിധിയുണ്ടെന്ന് അർത്ഥം. ഉപ്പയെ വലിയായിട്ട് ഏൽപ്പിച്ചത് പെണ്ണിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. പെണ്ണിനോട് ഏറ്റവും സ്നേഹമുള്ള ഒരു ആണ് എന്ന രീതിയിൽ ഒരു സംരക്ഷണത്തിനും ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ള രീതിയിലാണ് ആണിനെ ഏൽപ്പിച്ചിട്ടുള്ളത്, ഉപ്പനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഉപ്പയല്ലാത്ത സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. ഉപ്പക്ക് പോലും അനുയോജ്യമായ ബന്ധം തടഞ്ഞു വെക്കാൻ അവകാശമില്ല. അപ്പൊ ഇതിനെ അതിൽ എന്ന് പറയും. അതിൽ സംഭവിച്ചാൽ, പെണ്ണ് അതിൽ സംഭവിച്ചു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി ചില മദ്ഹബുകളിൽ അടുത്ത വലിയ നടത്തി കൊടുക്കണം എന്നാണ്. അടുത്ത വലിയ നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞാലും ഖാദിയെ സമീപിക്കണം എന്ന് പറഞ്ഞാലും ഖാദി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു വ്യക്തിയെ നിയമിച്ചുകൊണ്ട് നിക്കാഹ് നടത്താം എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെ പെണ്ണിനെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നത്. അപ്പൊ തലാഖിന്റെ മര്യാദയാണ് പറഞ്ഞതെങ്കിലും അതിലെന്ന് പറയുന്ന അനുയോജ്യമായ ബന്ധത്തിന് രക്ഷാധികാരി തടസ്സം നിന്നാൽ അതിനെ മറികടക്കാനുള്ള വഴി സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയാണ്, അതിന് ഇന്ന യോഗ്യത വേണമെന്നൊന്നുമില്ല. പക്വമതിയായ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ദീനുള്ള ഒരാളെ ഏൽപ്പിക്കാം ഈ നിക്കാഹിന്റെ കാര്യങ്ങൾ നോക്കാൻ. ഇവരെ ഏൽപ്പിക്കണം, ഇവരുടെ പവർ കൊടുക്കാണ്. ഒരാണുമായിട്ടുള്ള ഇടപാടാണ്, വിവാഹമാണ്. പിന്നെ അതിലെന്തെങ്കിലും ചൂഷണം നടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ നടന്നു എന്ന പരാതി വരാതിരിക്കാനാണ് ഈ പറയുന്ന സംവിധാനം ഉള്ളത്. അപ്പോൾ അതിൽ എന്ന് പറയുന്ന നിയമം അതെങ്ങനെ പോയാലും നിങ്ങളത് അതിൽ നടന്നു കഴിഞ്ഞാൽ ഖാദിയെ സമീപിക്കണം എന്ന് പറഞ്ഞാലും, ഖാദി ഇല്ലെങ്കിൽ ഹക്കമിനെ സമീപിക്കണം എന്ന് പറഞ്ഞാലും, ഇനി മറ്റു പല മദ്ഹബുകളിലുള്ളതുപോലെ അടുത്ത വലിയ നിക്കാഹ് നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞാലും ഒരു രക്ഷാധികാരിക്കും ഒരു പെൺകുട്ടിയുടെ നിക്കാഹ് മുടക്കാൻ അനുയോജ്യമായ ബന്ധത്തിൽ നിന്ന് അവരെ തടയാൻ അവകാശമില്ല എന്നർത്ഥം.